കൂട്ടുകാരെ, ഇന്ന് സൺഡേ ആണ് കേട്ടോ. പിന്നെ സൺഡേ ആണെന്ന് എടുത്ത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഒന്ന് പെട്ടെന്ന് ജോലിയൊക്കെ ഒതുക്കിയിട്ട് നല്ല റെസ്റ്റിൽ ഇരിക്കാന്ന് കരുതി ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമുക്ക് മുട്ടൻ പണി കിട്ടിയത്. ഇവിടെ ട്രാൻസ്ഫോമറിൻ്റെ എന്തോ വർക്ക് ആയതുകൊണ്ട് നമുക്ക് കറണ്ട് ഇല്ല, മോട്ടറിൽ വെള്ളമില്ല, അങ്ങനെ ഒരു പരിപാടി ഇവിടെ നടന്നിട്ടുമില്ല കേട്ടോ. ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല. പിന്നെ നമ്മൾ കോരിയൊക്കെ എടുത്തിട്ട് സെറ്റാക്കി ഏകദേശം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പനിയും കൂടെ പിടിച്ചു കേട്ടോ. മൊത്തത്തിൽ പാടായിരുന്നു. പിന്നെ നമ്മളിന്ന് കുക്കർ ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കുക്കർ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കുക്കർ ബിരിയാണി തയ്യാറാക്കാനുള്ള കുക്കറൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുക്കറിലോട്ട് നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതിനകത്ത് തന്നെ ഫസ്റ്റ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കുനുകുനാ അരിഞ്ഞ സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. വെള്ളം വേണമെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാനത് തേങ്ങാക്കൊത്തൊന്നും ഇടുന്നില്ല കേട്ടോ. അപ്പം ചിക്കൻ ബിരിയാണി അല്ലേ, അപ്പം അതൊന്നും ഇടുന്നില്ല. ഇഷ്ടമുള്ളവർക്ക് ഇടാം. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് അരച്ചോ ചതച്ചോ എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. അരിഞ്ഞിടരുത്. ഞാനിവിടെ മോനൂടെ കഴിക്കാനുണ്ടായിട്ട് കുറച്ച് പച്ചമുളക് മാത്രമേ അരച്ച് ചേർക്കുന്നുള്ളൂ. പിന്നെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് മസാലപ്പൊടി, ചിക്കൻ മസാല അതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഐറ്റംസ് എല്ലാം ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ടു വരട്ടെ കേട്ടോ. പിന്നെ അതിൻ്റെയൊക്കെ ഒരു പച്ചച്ചൊവയും അതെല്ലാം അങ്ങ് മാറട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പട്ടയും ഗ്രാമ്പൂ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചിക്കൻ എല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ചിക്കനേ എടുത്തിട്ടുള്ളൂ. ഇപ്പം ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് കുറച്ചേ വെക്കുന്നുള്ളൂ. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ, നല്ല മഴ. അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നോ എന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. എന്തായാലും നമുക്ക് ചിക്കൻ ഇളക്കിക്കൊണ്ടിരിക്കാം. നന്നായിട്ട് തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമുക്ക് അടച്ചു വെക്കാം. ഒരുപാട് വെന്ത് പോവാതെ ഞാൻ ഇവിടെ 3 വിസിലോളം അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതവിടെ ഇരുന്ന് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ കാഷ്നട്ടും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പം അതിന് വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അത് വറുത്ത് കോരി എടുത്ത് ആ എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാൻ നമ്മുടെ ഉള്ളി വറുത്ത് കോരി എടുക്കുമല്ലോ, അപ്പം ഞാൻ അതിനകത്ത് തന്നെയാണ് ഇട്ടേക്കുന്നത്. അതും അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ചിക്കനൊക്കെ സെറ്റായിട്ടുണ്ട്. ഒറ്റ ഫിസിലെ ഇതിനടിക്കാം കേട്ടോ, ഈ അരിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ കഴുകി കുതിർത്ത് മാറ്റി വെച്ചിരുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അരിക്ക് മേളിൽ നിൽക്കണം വെള്ളം. അപ്പം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ഒറ്റ ഫിസിലടിച്ചതിന് ശേഷം ഫുൾ എയറും പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചിക്കൻ ബിരിയാണിയൊക്കെ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേളിലേക്ക് നമ്മുടെ വറുത്ത് കോരിയ ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് ദമ്മിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ സൂപ്പർ ബിരിയാണി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിലും എരിവാണെങ്കിലും ഇതിൻ്റെ ഉപ്പാണെങ്കിലും എല്ലാം കറക്റ്റ് പാകത്തിനാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തതായതുകൊണ്ട് ഉപ്പൊക്കെ കൂടുമോ അല്ലെങ്കിൽ അരിയൊക്കെ വെന്ത് പോവോ എന്നൊക്കെ. പക്ഷെ എല്ലാം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒറ്റ ഫിസിലിനുള്ളിൽ തന്നെ വെന്ത് കിട്ടുമോ, ആ റൈസ് അളിഞ്ഞു പോകുമോ എന്നൊക്കെ ടെൻഷനായിരുന്നു. എന്തായാലും കുക്കർ തുറന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ, ഭയങ്കര സന്തോഷം. കഴിക്കാനും അസാധ്യ ടേസ്റ്റൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുമെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.